മരം കൊച്ചുന്ന തണുപ്പുകാലമാണ്. നമ്മുടെ ശരീരത്തെ അതിശൈത്യത്തിൽ നിന്നും സംരക്ഷിച്ചു നിർത്താൻ പല മാർഗങ്ങളുണ്ട്. കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ചൂട് കായുക എന്നിവ അതിൽ ചിലതാണ്. നമ്മുടെ ഓമന മൃഗങ്ങളും ഇതേ തണുപ്പിലാണ് കഴിയുന്നതെന്ന് ഓർക്കണം. അവർക്കും വേണം ഈ കാലാവസ്ഥയിൽ സംരക്ഷണം. അതിന് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. ചെറിയ ഇനങ്ങൾക്കും രോമം കുറഞ്ഞവയ്ക്കും തണുപ്പ് കൂടുതലായി അനുഭവപ്പെടും. നായ്കൾക്കും പൂച്ചകൾക്കും കിടക്കയിൽ കൂടുതൽ പുതപ്പുകളോ ബ്ലാങ്കറ്റുകളോ നൽകുക. വീട്ടിൽ ചുരുണ്ടുകൂടിയിരിക്കാൻ കൂടുതൽ ഇടങ്ങൾ ഒരുക്കുക. പ്രായമായ നായകളുടെ കിടക്കകൾ തറയിൽ നിന്ന് അല്പം ഉയർത്തി വെക്കുന്നത് തണുപ്പ് കൂടുന്നത് ഒഴിവാക്കും. വീടിനകത്ത് കളിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക. നിർജ്ജലീകരണം തടയാൻ അവർക്ക് എപ്പോഴും ശുദ്ധമായ വെള്ളം ലഭ്യമാക്കുക. നടക്കാൻ കൊണ്ടുപോകുമ്പോൾ നായ്കൾക്കായി വിന്റർ കോട്ടുകൾ നൽകുക. രോമം കുറഞ്ഞവ, വയസ്സായവ, അസുഖമുള്ളവ, വളരെ ചെറുപ്പമായവ എന്നിവയ്ക്ക് അനുയോജ്യമായ വാട്ടർ പ്രൂഫ് കോട്ടുകൾ ഉപയോഗിക്കാം. പകൽ സമയത്ത് നടക്കാൻ പോകുക. ഒരുപാട് ദൂരമുള്ള ഒറ്റ നടത്തത്തിന് പകരം ചെറിയതും ഇടയ്ക്കിടെയുള്ളതുമായ നടത്തങ്ങൾ പ്ലാൻ ചെയ്യുക. ഉപ്പ്, മണൽ, ചെളി, മഞ്ഞ് എന്നിവ അടിഞ്ഞുകൂടി വേദനയുണ്ടാകാതിരിക്കാൻ നടത്തത്തിന് ശേഷം നായയുടെ പാദങ്ങൾ പരിശോധിച്ച് കഴുകുക. നനഞ്ഞാലുടൻ ടവൽ ഉപയോഗിച്ച് നന്നായി തുടച്ച് ഉണക്കുക. ഐസ് കട്ടിയായ കുളങ്ങളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും വളർത്തുമൃഗങ്ങളെ അകറ്റി നിർത്തുക. പുറത്തു പോകാൻ ശീലിച്ച പൂച്ചകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്ലാപ്പ് ഉപയോഗിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയണം. അല്ലെങ്കിൽ പുറത്ത് അവർക്ക് ചൂടുള്ള ഒരു അഭയം ഉണ്ടായിരിക്കണം. അതിശൈത്യമുള്ള സമയങ്ങളിൽ രാത്രിയിൽ പൂച്ചകളെ വീടിനുള്ളിൽ നിർത്തുന്നതാണ് ഉചിതം. സാധാരണയായി പുറത്ത് ടോയ്ലറ്റ് പോകുന്ന പൂച്ചകൾക്ക് പോലും അകത്ത് ഒരു ലിറ്റർ ട്രേ വയ്ക്കുക. മുയലുകൾ, ഗിനിപ്പന്നികൾ, ഫെററ്റുകൾ പോലെയുള്ള ചെറിയ വളർത്തുമൃഗങ്ങളെ ഷെഡിലേക്കോ അല്ലെങ്കിൽ കാർ നിർത്തിയിടാത്ത ഗ്യാരേജിലേക്കോ മാറ്റണം. അവരെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റു മുറികളേക്കാൾ അല്പം തണുപ്പുള്ള ഒരു മുറിയിൽ വെക്കുക. പുറത്തു തന്നെ നിർത്തേണ്ടി വന്നാൽ അവരുടെ കൂടിന് മുകളിൽ കട്ടിയുള്ള പുതപ്പോ കാർപ്പറ്റിന് കട്ടിയുള്ള കഷ്ണമോ വെച്ച് ഇൻസുലേറ്റ് ചെയ്യുക. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.